കുറച്ചു സമയത്തിനു ശേഷം ലല്ലു കണ്ണു തുറക്കുമ്പോൾ തന്നെ എവിടെയോ കെട്ടിയിട്ടേക്കുവാ. കൈയും കാലും ഒക്കെ ബന്ധിച്ചിട്ടുണ്ട്. ലല്ലു ചുറ്റും നോക്കി. ആരെയും കാണുന്നില്ല. കുറച്ചു സമയമെടുത്തു ലല്ലുവിന് കഴിഞ്ഞതൊക്കെ ഓർത്തെടുക്കാൻ. ആക്സിഡന്റ് നടന്നതും കല്ലു കാറിനുള്ളിൽ ഇരുന്നതും താൻ തെറിച്ചു വീണതും ഒക്കെ ഓർമ്മയുണ്ട്. കല്ലു! ലല്ലു ചുറ്റും നോക്കി ഉറക്കെ വിളിച്ചു. പക്ഷേ മറുപടിയൊന്നും കിട്ടിയില്ല. ലല്ലു കയ്യിലെ കെട്ടഴിക്കാൻ ശ്രമിച്ചു. പക്ഷേ നടന്നില്ല. കൂടുതൽ ശ്രമിക്കേണ്ട ACP സാർ, ആ കെട്ട് അഴിയില്ല. ഗാംഭീര്യം നിറഞ്ഞ ശബ്ദം കേട്ട് ലല്ലു മുഖമുയർത്തി നോക്കി. തന്റെ മുന്നിൽ നിൽക്കുന്നവനെ കണ്ട് ലല്ലുവിൽ അധികം ഞെട്ടലൊന്നും ഉണ്ടായിട്ടില്ല. എന്താ ത്രിലോക് സാർ ഒന്നും മിണ്ടാത്തത്? എന്നെ കണ്ട ഞെട്ടലാണോ? അയാൾ പുഞ്ചിരിയോടെ ചോദിച്ചു. സ്വന്തം ഇനിഷ്യൽ ഏത് വെക്കണമെന്ന് ഇന്നും സംശയത്തിൽ നിൽക്കുന്ന റാംസുന്ദറിനെ കണ്ടു ഞാൻ എന്തിനു ഞെട്ടണം? തന്നെപ്പോലെ പല തന്തയ്ക്ക് ഉണ്ടായന്മാരെ ഇങ്ങനെ നൂറ്റാണ്ടിന് മുന്നേയുള്ള കിഡ്നാപ്പിംഗ് പരിപാടിയായിട്ട് ഇറങ്ങും. പറഞ്ഞു തീർന്നതും ലല്ലുവിന്റെ മുഖമടച്ച് ഒരടിയായിരുന്നു റാം. നീ എന്നെ നോക്കി കുരയ്ക്കുന്നോ? റാം ലല്ലുവിനെ നോക്കി അലറി. ലല്ലു പുച്ഛത്തിൽ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി. നിന്റെ ഈ ചിരി ഇപ്പോ മായും ത്രിലോക്. നിനക്ക് നിന്റെ മറ്റവളെ കാണേണ്ടേ? റാം ലല്ലുവിനെ നോക്കി ചോദിച്ചു. ലല്ലു പെട്ടെന്ന് അവനെ നോക്കി. കൊണ്ടുവാടോ. റാം പുറത്തേക്ക് നോക്കി അലറി. പെട്ടെന്ന് കല്ലുവിനെ പിടിച്ച് ഒരു സ്ത്രീരൂപവും പുരുഷരൂപവും വന്നു. കല്ലു! കെട്ട് വലിച്ചഴിക്കാൻ നോക്കിക്കൊണ്ട് അലറി വിളിച്ചു. അയ്യോ, ഭാര്യയെ കണ്ടപ്പോൾ എന്താ ഒരു പിടയൽ? റാം അവന്റെ തലയിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. നിന്റെയൊക്കെ നാശത്തിനാണ് ഈ കളി. നിനക്ക് വേണ്ടത് എന്നെയല്ലേ? അവളെ വിടടാ, ലല്ലു ദേഷ്യത്തിൽ പറഞ്ഞു. റാം ചിരിച്ചുകൊണ്ട് സൂരജിനെ നോക്കി. സൂരജ് കല്ലുവിനെ പിടിച്ച് ഒരു സൈഡിലേക്ക് തള്ളി. അമ്മേ! കല്ലുവിന്റെ വയറിടിച്ചായിരുന്നു അവൾ വീണത്. കല്ലു! താഴെ കിടന്നു വയറ്റിൽ അമർത്തിപ്പിടിച്ച് കരയുന്ന കല്ലുവിനെ നോക്കി ലല്ലു അലറി. സൂരജ് ലല്ലുവിന്റെ അടുത്തേക്ക് പാഞ്ഞു വന്നു അവന്റെ കവിളിൽ അമർത്തിപ്പിടിച്ചു. നിനക്കെന്നെ ഓർമ്മയുണ്ടോടോ? നീയും നിന്റെ മറ്റവനും കൂടെ ചേർന്ന് എന്നെ അങ്ങ് ആക്കിയത് ഓർക്കുന്നുണ്ടോ? സൂരജ് അവനെ നോക്കി അലറി. ലല്ലു സൂരജിന്റെ മുഖത്തേക്ക് തറപ്പിച്ചു നോക്കി. നിങ്ങൾക്ക് വേണ്ടത് എന്നെയല്ലേ? അവളെ വിട്, ലല്ലു താഴെ കിടന്ന് പിടയുന്ന കല്ലുവിനെ കണ്ടു പറഞ്ഞു. ഇല്ല ത്രിലോക്, നീ എന്റെ മുന്നിൽ അപേക്ഷിക്കണം. നീ വേദനിക്കണം. നിനക്ക് വേദനിക്കണമെങ്കിൽ നിന്റെ പ്രാണനായവൾക്ക് വേദനിക്കണം. അവൾ ഇവിടെ കിടന്ന് വേദന കൊണ്ട് പുളയുമ്പോൾ ഒന്നും ചെയ്യാനാകാതെ നീ ഞങ്ങളെയൊക്കെ ദ്രോഹിച്ച നിമിഷം ഓർത്ത് സ്വയം ശപിക്കണം. സൂരജ് ചിരിയോടെ പറഞ്ഞു. അപ്പോഴേക്കും പ്രിയ കല്ലുവിന്റെ അടുത്തേക്ക് വന്നു. അവൾ വയറ്റിൽ കൈ അമർത്തി പിടിക്കുന്നത് കണ്ട് സംശയം തോന്നിയാണ് പ്രിയ നോക്കിയത്. സൂരജ്! കല്ലുവിനെ നോക്കിയിട്ട് ലല്ലുവിനെ നോക്കി പുച്ഛത്തോടെ നിൽക്കുന്ന സൂരജിനെ വിളിച്ചു. അവൻ മുഖമുയർത്തി അവളെ നോക്കി. ഇവൾ പ്രഗ്നന്റ് ആണ്, പ്രിയ പറഞ്ഞു. സൂരജിന്റെയും റാമിന്റെയും ചുണ്ടിൽ ക്രൂരമായ പുഞ്ചിരി വിരിഞ്ഞു. ആഹാ, വെറുതെ അല്ല അപ്പോ നീ അവളെ വിടാൻ ഇങ്ങനെ പറഞ്ഞത്. വിട്ടേക്കാം, അവളെയല്ല, അവളുടെ വയറ്റിലെ നിന്റെ കുരുപ്പിനെ, റാം പറഞ്ഞു. പ്ലീസ്, നിങ്ങൾ എന്നെ എന്ത് വേണോ ചെയ്തോ, അവളെ വെറുതെ വിടണം. അവൾക്ക് ഈ കേസിന്റെ കാര്യങ്ങളൊന്നും അറിയില്ല, ലല്ലു അപേക്ഷ പോലെ പറഞ്ഞു. അപ്പോ ത്രിലോക് സാറിന് അപേക്ഷിക്കാനൊക്കെ അറിയാം. അവളെ ഞങ്ങൾ വെറുതെ വിടാം. പക്ഷേ നീ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം, സൂരജ് പറഞ്ഞു. ലല്ലു കല്ലുവിനെ നോക്കി. പ്രിയ വാ പൊത്തി പിടിച്ചിട്ടുണ്ട്. പക്ഷേ കല്ലു കരയുന്നുണ്ട്. സൂരജ് അവളുടെ അടുത്തേക്ക് പോയി ഒരു പലക കഷ്ണം എടുത്തു. ഞാൻ ചെയ്യാം, ലല്ലു കണ്ണുകൾ അടച്ചു പറഞ്ഞു. സൂരജ് പലക താഴെ ഇട്ടിട്ട് അവന്റെ അടുത്തേക്ക് പോയി. സാർ, ഇവന്റെ ഫോൺ എടുക്ക്, റാമിനെ നോക്കി സൂരജ് പറഞ്ഞു. റാം പോക്കറ്റിൽ നിന്ന് ലല്ലുവിന്റെ ഫോൺ എടുത്ത് അവന് നൽകി. സൂരജ് അതിൽ നിന്ന് കാശിയുടെ നമ്പർ എടുത്ത് കോളാക്കി ലല്ലുവിന് നേരെ നീട്ടി. നിന്റെ മറ്റവനെ വിളിച്ച് അവളെ, ആ ശ്രീഭദ്രയെ കൂട്ടി ഇവിടെ വരാൻ പറയണം. അവർ രണ്ടുപേരും മാത്രം ഇവിടെ എത്തണം. അരമണിക്കൂറിനുള്ളിൽ വിളിച്ചു പറയ അവനോട്. സൂരജ് പറഞ്ഞു തീർന്നതും കാശി കോളെടുത്തു. പറ അളിയ, കാശി ചിരിയോടെ പറഞ്ഞു. കാശി, ഭദ്രയെ കൂട്ടി റോസമ്മ വില്ലയ്ക്കടുത്തുള്ള ഒഴിഞ്ഞു കിടക്കുന്ന ആ പഴയ വീട്ടിലെത്തണം. അരമണിക്കൂർ, ലല്ലു സൂരജിനെ നോക്കിക്കൊണ്ട് കാശിയോട് പറഞ്ഞു. അളിയ, എന്താ പ്രശ്നം? എന്തെങ്കിലും? കാശിക്ക് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ടെന്ന്. നിങ്ങൾ രണ്ടുപേരും മാത്രം വരണം, മറ്റാരും അറിയരുത്, ലല്ലു അത്രയും പറഞ്ഞതും സൂരജ് കോൾ കട്ടാക്കി ഫോൺ നിലത്തിട്ട് ചവിട്ടി അരച്ചു. സൂരജ് ലല്ലുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് കല്ലുവിന്റെ അടുത്തേക്ക് പോയി. താഴെ കിടന്ന ആ ചെറിയ പലക കഷ്ണം കയ്യിലെടുത്തു. അത് കണ്ടതും ലല്ലുവിന്റെ നെഞ്ചു പിടഞ്ഞു. കല്ലുവിന്റെ കണ്ണ് ഞെട്ടലിൽ പിടഞ്ഞു. അവൾ പ്രിയയുടെ കയ്യിൽ കിടന്നു പിടഞ്ഞു. സൂരജ് ക്രൂരമായ ചിരിയോടെ കല്ലുവിനെയും ലല്ലുവിനെയും മാറി മാറി നോക്കി. സൂരജ്, വേണ്ട, അവളെ ഒന്നും ചെയ്യരുത്. നീ പറഞ്ഞത് ഞാൻ അനുസരിച്ചതല്ലേ? അവന്റെ നീക്കം മുൻകൂട്ടി കണ്ടതുപോലെ ലല്ലു പറഞ്ഞു. അവരെ ഇവിടെ വരുത്തേണ്ടത് എന്റെ ആവശ്യമായിരുന്നു. അത് നടന്നു. ഇനി ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ഇവളെ വെറുതെ വിടാമെന്നേ പറഞ്ഞുള്ളൂ. അവളുടെ വയറ്റിൽ കിടക്കുന്ന നിന്റെ ചോരയെ വെറുതെ വിടാമെന്ന് പറഞ്ഞില്ല, സൂരജ് ചിരിയോടെ പറഞ്ഞുകൊണ്ട് ആ പലക കഷ്ണം കല്ലുവിന് നേരെ ഉയർത്തി. നോ! കല്ലു കണ്ണുകൾ മുറുകെ അടച്ചു അലറി.
കല്ലുവിൻ്റെ നിലവിളി അവിടെ മുഴങ്ങി. അടുത്ത നിമിഷം അവൾ താഴേക്ക് വീണു. ലല്ലു എല്ലാം തകർന്നവനെ പോലെ ഒന്നും ചെയ്യാനാകാതെ നിസ്സഹായതയോടെ ഇരുന്നു. കാണാതായ ACP ത്രിലോകിനും ഭാര്യ കൺമയിക്കും വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. പുറത്തേക്ക് പോകാൻ തുടങ്ങിയ കാശി ന്യൂസ് കേട്ടത്. കാശി ടിവിയുടെ ശബ്ദം കൂട്ടിയിട്ട് അത് ശ്രദ്ധിച്ചു. ത്രിലോക് സാറും ഭാര്യയും സഞ്ചരിച്ചിരുന്ന കാർ ദുരൂഹ സാഹചര്യത്തിൽ സിറ്റി ഹോസ്പിറ്റലിന് 1.5 കിലോമീറ്റർ പരിസരത്ത് നിന്ന് കിട്ടി. കാശിക്ക് മനസ്സിലായി ലല്ലു എന്തോ പ്രശ്നത്തിൽ പെട്ടിട്ടുണ്ടോ എന്ന്. കാശി, ഞാൻ റെഡി. 2 ദിവസം മുന്നേ പുറത്തു പോയപ്പോൾ ഇഷ്ടപ്പെട്ടു താൻ എടുത്തു കൊടുത്ത പുതിയ ചുരിദാറിട്ട് വന്നു ഭദ്ര പറഞ്ഞു. കാശിക്ക് ഭദ്രയെ കണ്ട് പാവം തോന്നി. അവളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നറിയാതെ തുള്ളിച്ചാടി അവൻ്റെ ഒപ്പം വരുന്നതാണ്. കാശി അവളെ ചേർത്ത് പിടിച്ചു നെറ്റിയിലൊന്ന് ചുംബിച്ചു. നിനക്കെന്താടാ കാലനാഥ ഒരു സ്നേഹം? നീ എന്നെ കളയാൻ കൊണ്ടുപോവാണോ? ഭദ്ര അവനെ നോക്കി ചോദിച്ചു. അവനൊന്നും മിണ്ടാതെ പുറത്തേക്കിറങ്ങി. പിന്നാലെ അവളും. കാശി ഒന്നും മിണ്ടാതെ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി. അവൻ്റെ ഒപ്പം തന്നെ ഭദ്രയുണ്ട്. അവൾ ഇടയ്ക്ക് ഓരോന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ അവനൊന്നും മിണ്ടാതെ ഇരിക്കുകയാണ്. അവർ പറഞ്ഞ സ്ഥലം എത്താറാകുമ്പോൾ അവൻ്റെ ഉള്ളിലും ഒരു ടെൻഷൻ നിറഞ്ഞു. കാശി, ഇതുവരെ തമാശ രൂപേണ ഇരുന്ന ഭദ്രയുടെ ശബ്ദം കടുത്തു. കാശി അവളെ നോക്കി. എന്താ നിനക്ക് പറ്റിയേ? എന്താ നിന്റെ മുഖത്ത് ഇത്ര ടെൻഷൻ? ഭദ്രയുടെ മുഖത്തും ഗൗരവമാണ്. ഭദ്ര, ചെറിയ പ്രശ്നമുണ്ടടാ. എന്നെ കുറച്ചു മുന്നേ ലല്ലു വിളിച്ചു. അവൻ പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. കാശി പറഞ്ഞു. ഭദ്ര കൂളായിട്ട് കേട്ടിരുന്നു. പിന്നെയാണ് കാര്യം മനസ്സിലായത്. അല്ല കാശി, അതിനവർ മിസ്സിംഗ് അല്ലേ? നിനക്ക് സ്ഥലമറിയാമെങ്കിൽ പോലീസിനോട് വിവരം പറഞ്ഞ് അവരെ കൂട്ടി പോകാമായിരുന്നല്ലോ. നീ എന്തിനാ എന്നെ കൂട്ടി പോകുന്നേ? എന്നെ കൊണ്ട് നിന്നെ അല്ലാതെ വേറെ ആരെയും ഇടിച്ചിടാനാകില്ല കാശി. ഭദ്ര പറഞ്ഞതും കാശിക്ക് ഭദ്രയോട് എന്താ മറുപടി പറയേണ്ടത് എന്ന് അറിയാതെയായി. ഒരെണ്ണം തന്നാലുണ്ടല്ലോ അവളുടെ കോപ്പിലെ ഡയലോഗ്. നിനക്കെന്താടി തലയ്ക്കകത്ത് അല്പം പോലും ബോധമില്ലേ? ഇതിലും ഭേദമാണ് ശ്രീകുട്ടി, കാശി അലറിക്കൊണ്ട് പറഞ്ഞു. ആ, അല്ലെങ്കിലും അവളാണ് ഈ അവസരത്തിൽ മിടുക്കി. അല്ലെങ്കിലും നിനക്ക് അവളോടാണല്ലോ സ്നേഹം, എന്നെ വേണ്ടല്ലോ. ഭദ്ര പരാതി പറഞ്ഞതും കാശി വണ്ടി സൈഡിൽ ഒതുക്കി. ഭദ്ര, തമാശയല്ല. അവർ എന്തോ പ്രശ്നത്തിൽ പെട്ടിട്ടുണ്ട്. എന്റെ ബലമായ സംശയം അവൻ തിരിച്ചു വന്നിട്ടുണ്ട് എന്നാണ്. അന്നവൻ പകയോടെ പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ? കാശി ഗൗരവത്തിൽ അവളെ ചേർത്ത് പിടിച്ചു പറഞ്ഞു. പെട്ടെന്ന് ഭദ്രയുടെ മുഖം മാറി. നീ ടെൻഷൻ ആകേണ്ട. നിന്റെ കാലനാഥൻ ജീവനോടുള്ളപ്പോൾ നീ എന്തിനാടി പേടിക്കുന്നേ? കാശി അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ ഭദ്ര ഒന്നും മിണ്ടാതെ അവന്റെ തോളിൽ തലചായ്ച്ചു കിടന്നു. കാശിയും ഭദ്രയും ലല്ലു പറഞ്ഞ സ്ഥലത്തെത്തി. കാശി കാറിൽ നിന്ന് ഇറങ്ങി ചുറ്റുമൊന്ന് നോക്കി. അവന്റെ ഒപ്പം ഭദ്രയും ഇറങ്ങി. കാശി, ഇത് കണ്ടിട്ട് ഒരു കൊള്ളസങ്കേത ലുക്കില്ലേ? ഭദ്ര ചുറ്റും നോക്കി ചോദിച്ചു. നീ ഇനി വാ തുറന്നാൽ നിന്റെ തലക്കിട്ട് ഞാൻ തരും. മിണ്ടാതെ വാടി. അതും പറഞ്ഞ് കാശി അവളെയും കൂട്ടി അകത്തേക്ക് നടന്നു. വീടിന്റെ വാതിൽ തുറന്നു കിടന്നത് കൊണ്ട് തന്നെ രണ്ടുപേരും അകത്തേക്ക് കയറി. ഒരുപാട് മുറികളും അറകളും ഒക്കെയുള്ള പഴയ ഒരു വീടാണത്. കാശി, ഈ വീട് കൊള്ളാടാ. നമുക്ക് ഇതുപോലെ ഒരു വീട് മതിയായിരുന്നു. ഭദ്ര ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു. കാശി അവളെ തറപ്പിച്ചു നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറി. പിന്നാലെ ഭദ്രയും. കാശി, നല്ല ബിരിയാണിയുടെ മണം. എനിക്ക് വിശക്കാൻ തുടങ്ങി കാശി. വയറ്റിൽ കൈവച്ച് ഭദ്ര ചിണുങ്ങാൻ തുടങ്ങി. കാശി ദേഷ്യത്തിൽ ഭദ്രയുടെ കയ്യിൽ പിടിച്ചു. നിന്റെ തമാശ കളിക്കാനുള്ള സമയവും സ്ഥലവുമല്ല. മര്യാദയ്ക്ക് എൻ്റെ കൂടെ വാ അടച്ചു വന്നോണം. ഇവിടെ ബാക്കിയുള്ളവർ ജീവൻ കയ്യിൽ പിടിച്ച് നടക്കുമ്പോൾ ആണ് അവളുടെ മറ്റേടത്തെ തമാശ. കാശി അലറിക്കൊണ്ട് മുന്നോട്ട് നടന്നു. പിന്നാലെ ഭദ്രയും. കാശി കുറച്ചു ദൂരം നടന്ന് ഒരു റൂമിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് പിറകിൽ ഭദ്ര ഇല്ലെന്നറിഞ്ഞത്. കാശി ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നെ ഒന്ന് പുഞ്ചിരിച്ചു. സൂരജെ, നിന്റെ അടവ് എന്നോട് വേണ്ട. നീ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. നിന്റെ ഒളിച്ചുകളി മതിയാക്കി മുന്നിലേക്ക് വാ. കാശി പിറകിലേക്ക് തിരിഞ്ഞു നോക്കാതെ പറഞ്ഞു. അപ്പോഴേക്കും പുറത്തെ ഡോർ അടയുന്ന ശബ്ദം കാശി കേട്ടു. അവൻ തിരിഞ്ഞു നോക്കി. ഭദ്രയുടെ വാ പൊത്തിപ്പിടിച്ച് ചിരിയോടെ നിൽക്കുന്ന സൂരജിനെ കണ്ടു കാശി പുഞ്ചിരിച്ചു. അതേ ചിരി ഭദ്രയുടെ ചുണ്ടിലും വിരിഞ്ഞു. അപ്പോ കാശിനാഥന് അറിയാം ഞാനാണെന്ന്? സൂരജ് പുച്ഛം നിറഞ്ഞ ചിരിയോടെ ചോദിച്ചു. പെട്ടെന്ന് ഭദ്രയുടെ കണ്ണ് തനിക്ക് പിറകിലേക്ക് പോകുന്നത് കണ്ട് കാശിക്ക് മനസ്സിലായി പിറകിൽ ആരോ ഉണ്ടെന്ന്. പെട്ടെന്ന് തിരിഞ്ഞു കാശി തനിക്ക് നേരെ നീണ്ടുവന്ന കൈ കാശി പിടിച്ചു തിരിച്ചു. ആഹാ, നീയുമുണ്ടോ? ഇപ്പോഴാ പൊറുതി കറക്റ്റ് ആയത്. കാശി പ്രിയയെ പിടിച്ചു മുന്നിലേക്ക് നിർത്തി പറഞ്ഞു. ഭദ്ര സൂരജിന്റെ കയ്യിൽ അമർത്തി പിടിച്ചു. അവളുടെ മേലുള്ള പിടിവിട്ടിട്ട് സൂരജ് അലറി. സൂരജെ, വഴക്കിനും ബഹളത്തിനും ഒന്നും ഞാനില്ല. അവർ എവിടെ? ലല്ലു, കല്ലു, അവരെ കാണണം, കാശി പറഞ്ഞു. സൂരജ് പുച്ഛം നിറഞ്ഞ ചിരിയോടെ പ്രിയയെ നോക്കി. അല്ലെങ്കിലും എനിക്ക് വഴക്കിനും ബഹളത്തിനും ഒന്നും താല്പര്യമില്ല കാശിനാഥ. ഞാൻ അന്നും ഇന്നും ആഗ്രഹിച്ച ഒരു മുതലേ ഉള്ളൂ. ദേ ഈ നിൽക്കുന്നവൾ.
സൂരജ് ഭദ്രയെ ചൂണ്ടി പറഞ്ഞു. കാശിയുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു, ഭദ്രയുടെ മുഖത്ത് വെറുപ്പും. ഒരു ഒറ്റ പ്രാവശ്യം എനിക്ക് ഇവളെ വേണം. നീ എന്തായാലും കയറി മേഞ്ഞു മടുത്ത് കാണും. ഒരു പ്രാവശ്യം എൻ്റെ ആഗ്രഹം സാധിച്ചു തന്നാൽ പിന്നെ ഞാൻ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരില്ല. സൂരജ് പുഞ്ചിരിയോടെ പറഞ്ഞതും കാശി അവൻ്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി. നിനക്ക് എൻ്റെ പെണ്ണിനെ തന്നെ കൂടെ കിടത്താൻ വേണോ? ദാ ഈ നിൽക്കുന്നവളെ കൊണ്ട് നിന്റെ സൂക്കേട് മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ മരുന്ന് ഞാൻ തരാം. കാശി അലറിക്കൊണ്ട് അവൻ്റെ അടുത്തേക്ക് പോയി. എനിക്കറിയാം കാശി, എന്തായാലും ഞാൻ മരിക്കും. പക്ഷേ മരിക്കും മുന്നേ ഇവളോടുള്ള അടങ്ങാത്ത ആഗ്രഹം തീർത്തിട്ടേ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോകൂ. സൂരജ് നിലത്തു നിന്നും എണീറ്റു പറഞ്ഞു. നിന്നെ അന്ന് കൊല്ലാതെ വിട്ടതാണ് ഞാനും അവനും ചെയ്ത തെറ്റ്, കാശി പറഞ്ഞു. ആ തെറ്റിന്റെ ഫലം അവനിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. അവൻ ജീവനോടെ മരിച്ചോണ്ടിരിക്കുക ആ മുറിയിൽ കിടന്നു. പോയി കാണ് നിന്റെ മറ്റവന്റെ അവസ്ഥ. ഭദ്രയും കാശിയും ഞെട്ടിക്കൊണ്ട് അവൻ ചൂണ്ടിക്കാണിച്ച് മുറിയിലേക്ക് പോയി. പ്രിയ, സാറിനെ വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറയും. സൂരജ് പ്രിയയെ നോക്കി പറഞ്ഞു. അവൾ ആരെയോ ഫോണെടുത്ത് വിളിച്ചു.